ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് കഴുത്തിലുണ്ടാകുന്ന ഡാർക്ക്നെസ്, പിഗ്മെന്റേഷൻ അതെങ്ങനെയാണ് നല്ല രീതിയിൽ മാറ്റിയെടുക്കാമെന്നാണ്. സ്കിൻ കെയറും ഹോം റെമഡീസും ഒക്കെ ചെയ്യുന്നതാണ്, പക്ഷെ കഴുത്ത് ചില സമയത്ത് വിട്ടുപോകാറുണ്ട്. കഴുത്ത് കുറച്ച് ഡാമേജ് ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിന് പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദ ഫാമിലി. വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആരും തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. കാര്യം നമ്മൾ പ്രോപ്പറായിട്ട് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാ ഇൻഫർമേഷൻസും കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് തന്നെ നമ്മൾ സ്കിൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം. എന്ത് ഹോം റെമഡീസ് ആണോ നമ്മൾ ചെയ്യുന്നത് മുഖത്തിന് വേണ്ടിയിട്ട് അത് നമ്മൾ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ ചെയ്യേണ്ടത് സൺസ്ക്രീൻ നമ്മൾ മുഖത്തിടുമ്പോൾ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഫെയർനെസ് ക്രീം എന്താണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ലോഷൻസ് ആവാം എന്തായിക്കോട്ടെ, അത് നമ്മൾ കഴുത്തിലും മിക്സ് ചെയ്യാതെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് മുഖത്തിനും കഴുത്തിനും ഒരു മിസ്മാച്ച് ഉണ്ടാവാതെ നല്ല രീതിയിൽ ഇരിക്കുള്ളൂ. ആരെങ്കിലും ഈ മിസ്റ്റേക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മുഴുവനായിട്ടും ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ കഴുത്തിനെ ശ്രദ്ധിക്കുക. ആയിട്ട് ഞാൻ പറയാൻ പോകുന്നതാണ് നമ്മുടെ ഹോം റെമഡി. അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് അരിപ്പൊടിയാണ്. ഒരു 2 സ്പൂൺ അല്ലെങ്കിൽ 1 സ്പൂൺ അരിപ്പൊടി എടുക്കുക. കുറച്ച് തൈരും കൂടെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പാൽ ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നെക്കിന്റെ ആ പോർഷനിൽ വെച്ച് നല്ല രീതിയിൽ ഒരു മസാജ് കൊടുക്കുക. അവിടുത്തെ ഡെഡ് സെൽസ് നന്നായിട്ട് മാറണം. അങ്ങനെ പതിയെ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്താൽ മതി. അങ്ങനെ നിങ്ങൾ ഫുൾ സർക്കിൾ നമ്മുടെ കഴുത്തിന് ചുറ്റും നല്ല രീതിയിൽ ഒരു മസാജ് കൊടുക്കുക. ഒരു 5 മിനിറ്റ് മസാജ് ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് നോർമൽ വാട്ടറിൽ കുളിക്കുന്ന സമയത്ത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ റോസ് വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. റോസ് വാട്ടർ വെച്ച് ഒരു പഞ്ഞി വെച്ചിട്ട് തുടച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ടോണർ എങ്ങനെയാണോ അപ്ലൈ ചെയ്യുന്നത് അങ്ങനെ. അപ്പോൾ നിങ്ങൾ ഡെയിലി സ്കിൻ കെയറിനൊപ്പം ടോണർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എന്തൊക്കെ സ്കിൻ കെയർ ആണോ ചെയ്യുന്നത് അത് നമ്മൾ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. കാര്യം അത് നമ്മുടെ കഴുത്തിന് നല്ല രീതിയിലൊരു ഗ്ലോ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് കഴുത്തിന് അവിടെ ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ അതെന്താണെന്ന് കണ്ടുപിടിച്ച് അതിന് നിങ്ങൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്, കഴുത്ത് നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്യണം. നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീം വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബോഡി ലോഷൻ വെച്ചിട്ട് കഴുത്തിലൊക്കെ നമുക്ക് ബോഡി ലോഷൻ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ പേഴ്സണലി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം അത് മാറ്റി നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുന്ന ആ ക്രീം തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്യുക, നല്ലോണം നല്ലൊരു മസാജ് കൊടുക്കുക. പിന്നെ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ദേഹത്ത് എണ്ണ തേച്ചിട്ടാണ് നിങ്ങൾ കുളിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഓയിൽ വെച്ച് നമ്മുടെ കഴുത്തിലും നല്ല ഒരു മസാജ് കൊടുക്കണം. നമ്മുടെ കഴുത്തിൽ പെട്ടെന്ന് ഏജിങ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നല്ല രീതിയിൽ അവിടെ ഒരു മസാജ് കൊടുക്കുക. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വന്തമാക്കാനായിട്ട് പറ്റും. അത് അത്ര വലിയ കാര്യമുള്ള കാര്യമല്ല, നമുക്ക് എല്ലാവർക്കും അത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യാൻ. ഞാൻ പറഞ്ഞ എല്ലാ ടിപ്സും നിങ്ങൾ ഫോളോ ചെയ്യണം. കാര്യം നമ്മുടെ കഴുത്തല്ലേ, നമ്മുടെ കഴുത്ത് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാണല്ലോ. അതുകൊണ്ട് നല്ല രീതിയിൽ അതിനൊരു കെയറും മസാജും ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ കഴുത്തിൽ ഒരുപാട് വേർപ്പ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സ്ഥലമാണ്, കാര്യം ഇത് മടങ്ങുന്ന സ്ഥലമാണല്ലോ. അതുകൊണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ എക്സ്ട്രാ ഒരു കെയർ അവിടെ എന്തായാലും കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്യുന്നത് നല്ലതാണ്. മൂഫ വെച്ചിട്ടായാൽ പോലും നമ്മൾ നല്ലൊരു സ്ക്രബ് കൊടുക്കുക. പിന്നെ ഈ ഒരു പാക്ക് നമ്മളിത് അപ്ലൈ ചെയ്ത് ഒരു 5 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടെ അത് അങ്ങനെ തന്നെ വെച്ചേക്കുക. കാരണം തൈര് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ സ്കിന്നിനെ ഗ്ലോ ആക്കാനും ഹെൽപ്പ് ചെയ്യും. സോ ഒരു 5 മിനിറ്റും കൂടെ അങ്ങനെ വെച്ചിരുന്നതിന് ശേഷമാണ് നിങ്ങൾ വാഷ് ചെയ്യേണ്ടത്. റൈസ് ഫ്ലോർ അരിപ്പൊടി നമ്മളിതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അരിപ്പൊടി സ്കിൻ വൈറ്റനിങ്ങിന് ബെസ്റ്റാണ്. ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാനും ഒക്കെ നല്ലതാണ്. സ്കിന്നിന്റെ ഗ്ലോ കൂട്ടാനും യൂത്ത്ഫുൾ ഗ്ലോ തരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല വ്യത്യാസം ഉണ്ടാക്കുന്നതാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നന്നായിട്ട് റിസൾട്ടും കിട്ടും. ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റും. ഫസ്റ്റ് യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ഹോം റെമഡിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് വീഡിയോ റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാവേ. ടാറ്റാ, ബൈ.